കോൺഗ്രസ് ഉണർന്നെണീറ്റു. അപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസിന് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള വയലാർജി എന്നോട് പറഞ്ഞൊരു വാചകമാണ്. നീ ഇത് CPM-ലാണ് ചെയ്യുന്നതെങ്കിൽ നീ നേതാവാകും, കോൺഗ്രസ്സിലാണെങ്കിൽ നീ ഒരു ഗുണ്ടയായിട്ട് അറിയപ്പെടും. ശേഷം 1-2 പേർ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അടുത്ത രംഗം എന്താ വെച്ചാൽ VD സതീശൻ ഓൺലൈനിലൂടെ UDF-ന്റെ യോഗം വിളിക്കുന്നു. അതിനുശേഷം പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല, പകരം ബാർ ബിന്ദു രാജിവെക്കണം എന്നാണ്. ഒരു പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുക? സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ള ഏറ്റവും ഫിറ്റ് കേസാണ്. അവർ ഓൺ റെക്കോർഡ്, ഓൺ ഡോക്യുമെന്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ കോൺഗ്രസിനൊരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പലപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ യോഗ്യരായിട്ടുള്ളവരെ നിയമിച്ചതിനെ ഞങ്ങൾ എതിർക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോൾ സംഘപരിവാർ ആണെങ്കിലും യോഗ്യതയുള്ളവരെയാണ് നിയമിച്ചതെങ്കിൽ സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുന്നത് ഞങ്ങൾ ഇപ്പം അതിനെ എതിർക്കുക എന്താ കാര്യമില്ല എന്നുള്ളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിനെയാണ് ആ നിലയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം എന്ന് പറഞ്ഞുള്ള ആവശ്യങ്ങൾ ഉയരുന്നെന്നും ഇത് കേന്ദ്ര നേതൃത്വത്തെ AICC നേതൃത്വത്തെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പാർട്ടിക്കകത്ത് ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്നൊരു വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സോഴ്സോ അല്ലെങ്കിൽ അതിനൊരു ഒതന്റിസിറ്റിയോ വേണ്ടേ? ഇതുവരെ ആരെങ്കിലും ഓൺ ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. സാർ പറഞ്ഞതുപോലെ ഇത് രണ്ടും പറഞ്ഞ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയ നേതൃത്വങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കോൺഗ്രസിന്. അതായത് ഒരു വശത്ത് CPM-ന്റെ വലിയ അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവും തുറന്നു കാണിക്കുകയും അവരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ വിഗറോടുകൂടി സംഘപരിവാർ BJP അജണ്ടയെ പ്രതിരോധിക്കുകയും അവരെ എക്സ്പോസ് ചെയ്യും, അവരെ പ്രതിരോധിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യുന്നതുമായിട്ട്. കേരളത്തിൽ ആദ്യമായി MLA ആവുകയാണെങ്കിലും കേരളത്തിലെ അഴിമതിക്കെതിരെ പോരാട്ടത്തിൻ്റെ ഒരു മുഖമായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് മാറിയ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ്, മാത്യു കുഴൽനാടൻ. സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രസ് മീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സാർ. നമസ്കാരം സാർ. ആദ്യത്തെ ചോദ്യം, ഇന്നിപ്പോൾ കോൺഗ്രസ് ഉണർന്നെണീറ്റു. അപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസിന് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇത്ര വൈകിയാണോ സാർ ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നാണ് എൻ്റെ ആദ്യ ചോദ്യം. അല്ല, വൈകി എന്നൊരു അഭിപ്രായം. കാരണം രണ്ടും രണ്ട് സംസ്കാരങ്ങളാണ്. ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രണ്ട് സംസ്കാരങ്ങളും രണ്ട് ശൈലിയുമാണ്. ഇടതുപക്ഷത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ CPM-ന്റെ ശൈലി അല്ല കോൺഗ്രസിൻ്റെ ശൈലി. ഇതിപ്പോൾ ഒരു വലിയൊരളവ് വരെ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള വയലാർജി എന്നോട് പറഞ്ഞൊരു വാചകമാണ്. ഞാൻ KSU ആയിരിക്കുമ്പോൾ ലോ കോളേജിൽ ഇങ്ങനെ കുറച്ചൊരു വയലൻസും അല്ലെങ്കിൽ അടിപിടിയും ഒക്കെ വരുമ്പോൾ നമ്മളും തിരിച്ച് പ്രതികരിക്കുന്ന ഒരു നേച്ചറായിരുന്നു. അപ്പോൾ 1-2 ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ഒരു തവണ ഇങ്ങനെ SFI-ക്കാർ നമ്മളെ അതിക്രൂരമായി KSU പ്രവർത്തകരെ മർദ്ദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ KSU-ക്കാർ പിറ്റേ ദിവസം SFI-ക്കാരെ തിരിച്ചടിച്ചിട്ട് അപ്പോൾ അവരുടെ മിടുക്കന്മാരായിട്ട് ഞങ്ങൾ വയലാർജിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഇത് നേതാവ് എന്ന നിലയ്ക്ക് പുള്ളി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നായിരിക്കും. ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആദ്യം ശകാരിച്ചു, വഴക്ക് പറഞ്ഞു, നീയൊക്കെ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെ നീ ഗുണ്ടയാണോ, ഗുണ്ടായിസാണോ മറ്റോ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നീ ഇത് CPM-ലാണ് ചെയ്യുന്നതെങ്കിൽ നീ നേതാവാകും, കോൺഗ്രസ്സിലാണെങ്കിൽ നീ ഒരു ഗുണ്ടയായിട്ട് അറിയപ്പെടും. കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതല്ല. നേതാക്കന്മാരല്ലെങ്കിൽ നേതാവാവേണ്ടവർ ഈ നിലയിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടവരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ രണ്ട് സംസ്കാരങ്ങളും രണ്ട് ശൈലിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അന്ന് അദ്ദേഹം കാണിച്ചു തന്നത്. അതുതന്നെയാണ് അടിസ്ഥാനപരമായ അതിൻ്റെ സത്യം. പക്ഷേ ഇതിപ്പോൾ അളമുട്ടിയാൽ ഏത് പാമ്പും കടിക്കും എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് പറഞ്ഞ മാതിരി CPM അധികാരത്തിലെ 2ാം വട്ടം വന്നതോടുകൂടി, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു CPM ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു മുഖമായി മാറിയിരിക്കുകയാണ്. അവർ എന്തുമാകാം, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല, ആരെയും ഏത് നിലയിലും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ തന്നെ കൂടെ കൂട്ടി DYFI-ക്കാരെ പറഞ്ഞ് പ്രചോദിപ്പിച്ച് അല്ലെങ്കിൽ SFI-ക്കാരെ കളത്തിലിറക്കി പ്രതിഷേധിക്കുന്ന KSU-ക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും
വെറുതെ കൂട്ടം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ആക്രമിക്കുന്ന തലത്തിലേക്ക് ഒരു ഗുണ്ടാരാജ് പോലെ കേരളത്തിൽ മാറുന്ന സ്ഥിതിയിൽ ആണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ശൈലിയിലേക്ക് മാറാൻ നിർബന്ധിതമായിട്ടുള്ളത്. പറഞ്ഞതിൽ നിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല, കുറച്ചുകൂടി അഹിംസയുടെ ഒരു സംസ്കാരമാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് വളരെ ചുരുക്കി വളരെ വിശദമായി സാർ പറഞ്ഞത്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ഇപ്പോൾ ഒരു പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരിക്കലും കാണാത്ത പോലെ അത് പോലീസുകാർ ചെയ്യുന്നു എന്നുള്ളതല്ല, പകരം ഡിവൈഎഫ്ഐക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സാർ അടക്കമുള്ള MLA മാർ അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ MLA മാർ കോൺഗ്രസിനുണ്ട്, 19ഓളം MP മാർ UDF-നുണ്ട്, 40-ലധികം MLA മാർ UDF-നുണ്ട്. ഇവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കും എന്ന് പറയുന്ന വലിയ സമരങ്ങളൊക്കെ ഇടക്ക് പലരും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഇതിലേക്കൊന്നും പോകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് പറയുന്ന വലിയ നിരാശയാണ് ഇവിടുത്തെ ജനത്തിനുള്ളത്. സമരങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരേ ദിവസം മാർച്ച് ചെയ്തത്. അതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലടക്കം അല്ലെങ്കിൽ തൊട്ടയൽ നിയോജകമണ്ഡല കോതമംഗലത്ത് ഞങ്ങൾ വലിയ വിപുലമായ മാർച്ച്, പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും ഒക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളോട് പ്രതികരിക്കാതിരുന്നിട്ടില്ല. അത് പക്ഷേ അത് ഇന്നത്തെ പ്രാദേശിക കോളങ്ങളിലും അല്ലെങ്കിൽ പ്രാദേശിക വാർത്തകളിലും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യാത്തതാണ്. ഗ്രൗണ്ടിൽ ഞങ്ങളതിനെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുമുള്ള അറ്റംപ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ എല്ലാം ഘട്ടവും കഴിഞ്ഞ നിലയിൽ ഞങ്ങൾ നേതാക്കന്മാർ തന്നെ പ്രവർത്തകരോടൊപ്പം നിന്ന് അവർക്ക് ആത്മധൈര്യം പകരേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലൊരു നിലപാട്. സർ, ഈ നടത്തുന്ന പിണറായി വിജയൻ നടത്തുന്ന യാത്ര യഥാർത്ഥത്തിൽ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് സർക്കാരിൻ്റെ ഒരു പരിപാടി എന്നായിരുന്നു. മന്ത്രിമാരും മറ്റ് എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി ജനങ്ങളുടെ എന്ന് പരാതി മേടിക്കുന്നു, അതിന് പരിഹാരം കാണുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാർ പരിപാടി അല്ലാത്ത ആളുകൾക്കൊക്കെ മനസ്സിലായി. ആ രീതിയിൽ അത് ടേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇതൊരു സർക്കാർ പരിപാടിയല്ല, ഇത് തീർത്തും CPM-ന്റെ പരിപാടിയാണെന്ന് കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഈ യാത്ര എന്തുകൊണ്ടും നന്നായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. കാരണം പിണറായി വിജയൻ്റെ യഥാർത്ഥ സ്വഭാവവും സർക്കാരിൻ്റെ യഥാർത്ഥ ശൈലിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ യാത്ര കൊണ്ട് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്നും ചെയ്യേണ്ട ഒന്നില്ല. അവർ തന്നെ സ്വയം പ്രധാനർത്ഥം എന്ന് പറഞ്ഞ പോലെ അവരുടെ ശൈലിയും രീതിയും വെച്ചിട്ട് ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഈ യാത്ര CPM-നും സർക്കാരിനും വലിയ നെഗറ്റീവാണ് ഉണ്ടായത്. നിങ്ങളും അതിനോട് നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് മാറിയാൽ മതി എന്നുള്ള സ്ഥിതിയിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നതിനും സർക്കാരിൻ്റെ സമീപനങ്ങളെ തുറന്നു കാണിക്കുന്നതിനും ഞങ്ങൾക്കൊരവസരമായി തന്നെ ഇത് മാറി. ആ നിലയിൽ നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ യാത്രയെക്കുറിച്ച് ഇനിയിപ്പോൾ ഇത് സർക്കാർ പരിപാടിയല്ല CPM പരിപാടിയാണെന്ന് പറയേണ്ട ആ ഘട്ടമൊക്കെ ഒരുപാട് കഴിഞ്ഞ് ജനം സർക്കാരിനെ വെറുത്തുകൊണ്ടിരുന്ന ജനത്തെ കൂടുതൽ വെറുപ്പിച്ച ഒരു യാത്രയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് ഇപ്പോൾ സർക്കാർ പരിപാടിക്ക് പകരം CPM-ന്റെ ഇലക്ഷൻ പ്രചാരണമാണെന്ന് പറഞ്ഞ് ഞാനൊക്കെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ അറിയേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ ഇലക്ഷൻ പ്രചരണമായി വിട്ടുകൊടുക്കുന്നതിൽ കോൺഗ്രസിന് കൂടി ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിക് എറർ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്ക സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ ഞാൻ വളരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഞാൻ കർണാടകയിൽ ഇലക്ഷൻ പ്രവചിച്ചിട്ടുള്ളതാണ് വളരെ കൃത്യമായി. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ഇത് 40-ലധികം MLA-മാർ കോൺഗ്രസിനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ജനസമ്പർക്ക പരിപാടി CPM ഒരിക്കലും ബഹിഷ്കരിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ബഹിഷ്കരിക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൻ്റെ അധ്യക്ഷനായി ഓരോ മണ്ഡലത്തിലും ഒരു കോൺഗ്രസ് MLA-യെങ്കിലും മാറുകയും ചെയ്താൽ അവിടെ പ്രതിഷേധിക്കാനും കുറെ കൂടി ഒരു കൺസ്ട്രക്റ്റീവായ ഇടപെടൽ നടത്താനും ഒക്കെ ഉള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഇത് ഈ യാത്രയിൽ ഞങ്ങളൂടി പങ്കാളിയായിരുന്നെങ്കിൽ ഞങ്ങളെയും കൂടി ജനം വെറുക്കത്തുണ്ടായിരുന്നു. കാരണം ഈ സംസ്ഥാനത്തിന് 10 പൈസ ഇല്ലാതെ ഈ സാധാരണക്കാരായ ജനങ്ങൾ, ഏറ്റവും താഴെ തട്ടിലുള്ള സുരക്ഷാ പെൻഷൻ ലഭിക്കേണ്ട ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ, ചികിത്സാ ധനസഹായം കിട്ടേണ്ടവർക്ക് ചികിത്സാ ധനസഹായം കിട്ടാതെ, അംഗൻവാടി ടീച്ചറും ആശാ വർക്കർമാരും പോലുള്ള, അതുപോലെ തന്നെ ചെത്തൂലാല് ക്ഷേമനിധി ബോർഡ്, കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് അവരുടെ പെൻഷൻ തുക കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആർഭാടമായൊരു യാത്രയിൽ UDF-ഉം പങ്കാളിയായിരുന്നെങ്കിൽ ഞങ്ങളും അവരും ഒന്നുപോലെയാണെന്ന് ജനം വിലയിരുത്തത്തില്ലേ? ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ജനവിരുദ്ധ യാത്രയായിരുന്നു. ആ യാത്രയിൽ UDF പങ്കെടുക്കാതിരുന്നത് സ്ട്രാറ്റജിക്കലി ഏറ്റവും നല്ല തീരുമാനമാണ്. ഞങ്ങൾ മാറിയതോടുകൂടി ഇതൊരു കേവലം CPM സ്പോൺസർ CPM-ന്റെ പാർട്ടി പരിപാടി പോലെ
അവരവരുടേതായ ശൈലിയിൽ ഉണ്ടായ രീതിയിൽ ഫണ്ട് പിരിക്കുന്നു, പരിപാടി നടത്തുന്നു, ആളുകളെ വരുത്തുന്നു, വണ്ടി വരുത്തുന്നു, ആളെ വരുത്തുന്നു, അവരവരുടെ ശൈലിയായിട്ട് മുമ്പ്. ഞങ്ങളിന്നും ഇതിൻ്റെ ഭാഗവാരം പേരേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് മാറിയുന്നത് എന്തുകൊണ്ടും റൈറ്റ് ആയിട്ടുള്ള തീരുമാനമാണെന്നുള്ളതാണ്. ഇല്ല സാർ, കണ്ണൂർ ജില്ലയിൽ, അതായത് കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന ആദ്യ ദിവസം തന്നെയാണ് ഈ പഴയങ്ങാടിയിൽ വെച്ചിട്ട് എരിപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ പൂച്ചട്ടി കൊണ്ട് ആക്രമിച്ചത്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷപ്പെടുത്തൽ ആണ് എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടാണ് അതിനെ കണ്ടത്. അതിനുശേഷം പല സ്ഥലങ്ങളിൽ ഇത്ര അക്രമം ഉണ്ടായി. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പ്രതികരണം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അന്ന് തൊട്ട് തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ യാത്രയുടെ സ്വഭാവം തന്നെ മാറിപ്പോയേനെ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാട് അന്ന് സ്വീകരിക്കായിരുന്നത്? അല്ല, ഒരു 2-3 ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പോലും അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും. ഇത് ഈ നിലയിൽ തന്നെ ഇവരൊരു രാഷ്ട്രീയ അജണ്ടയാക്കി, ഒരു പരിപാടിയാക്കി, അത് അവരുടെ ഒരു ശൈലിയാക്കി മുഖ്യമന്ത്രി അടക്കം എൻഡോഴ്സ് ചെയ്യുന്നത് ഏകദേശം എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോഴാണ് അവരത് എൻഡോഴ്സ് ചെയ്തത് ഞങ്ങളുടെ ഒരു ശൈലി ഇത് തന്നെയാണെന്നും ഇതിൽ നിന്ന് മാറ്റം ഇതിങ്ങനെ തന്നെ പോകുമെന്നും പറയുകയും അതിവ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ജാഥയായി, ഒരു ഗുണ്ടായ യാത്രയായി അത് പൂർണ്ണമായിട്ടും മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കൊല്ലത്ത് ഞങ്ങളും തിരിച്ച് പ്രതികരിച്ചു. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ശൈലി ഇതായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തി. ഇനി വരും ദിവസങ്ങളിൽ കാണാം, കഴിഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് ഇപ്പോഴും ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇട്ട് തരുന്ന വലിയ ആയുധങ്ങൾ പോലും എടുക്കാനോ അത് കൃത്യമായി ഉപയോഗിക്കാനോ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന പരാതിയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ മാറ്റണം അതല്ലെങ്കിൽ അത് തൽസ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി വിധി എന്നേക്കാൾ നന്നായി സാർ വായിച്ചിട്ടുണ്ടാവും കൃത്യമായി. അതിൽ പറഞ്ഞിട്ടുള്ള 2 പോയിന്റുകളിലൊന്ന്, ഡോക്ടർ ആർ ബിന്ദു ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു. അത് ചാൻസലറുടെ വില്ലിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു കാര്യത്തിൽ ഗവർണർക്ക് നമുക്ക് ഇപ്പോൾ ശുപാർശകൾ കൊടുക്കാം, പക്ഷേ ചാൻസലർക്ക് ആർ ബിന്ദു ഒരു കത്ത് കൊടുത്തു, പുനർനിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട്. അത് തന്നെ തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് കോടതി കണ്ടെത്തിയത് എന്താണ്? അതായത് എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞ് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കോടതി കണ്ടെത്തി. സത്യത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ പൊളിഞ്ഞു വീണപ്പോഴും ഈ 2 കാര്യങ്ങൾ, അതായത് നെപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് സുപ്രീം കോടതി ആ വിധി ഉണ്ടായത്. ആ വിധി ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 1-2 പേർ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അടുത്ത രംഗം എന്താണെന്ന് വെച്ചാൽ വി.ഡി. സതീശൻ ഓൺലൈനിലൂടെ UDF യോഗം വിളിക്കുന്നു. അതിനുശേഷം പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല, പകരം ബാർ ബിന്ദു രാജിവെക്കണം എന്നാണ്. ഒരു പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അതില്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്തെങ്കിലും ഒരു എല്ലാ സംഭവത്തിലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന പല്ലവി പറയുന്നതിന് പകരം വളരെ ഒരു ഇഷ്യൂവിൻ്റെ മെറിറ്റ് അനുസരിച്ച് അതിൻ്റെ അകത്ത് ബിന്ദു ആണ് പ്രൈം അക്യൂസ്ഡ്, നോ ഡൗട്ട്. അവരാണ് കത്ത് കൊടുത്തതും അവരുടെ നിലയ്ക്കുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ അറിവുണ്ട്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് യാഥാർത്ഥ്യം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു കാര്യത്തിൽ ബിന്ദുവിൻ്റെ രാജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ കാരണം പറയാൻ CPM ഇല്ല സത്യത്തിൽ. ഒരു കാര്യം പറയാം, കാരണം അവർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ള ഏറ്റവും ഫിറ്റ് കേസാണ്. അവർ ഓൺ റെക്കോർഡ്, ഓൺ ഡോക്യുമെൻ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് അതാണെന്ന് അദ്ദേഹത്തിന് തോന്നിയുണ്ടാവും. അദ്ദേഹം ആ നിലയ്ക്കൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആർ ബിന്ദു സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നുള്ളതിന് താങ്കൾക്ക് പോലുള്ള ആൾക്ക് എല്ലാ MLA-മാർക്ക് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് നിയമപരമായി അത്തരം ആവശ്യമായിട്ട് കോടതിയിലേക്ക് സമീപിക്കാത്തത്? കാരണം സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തീർത്തും ഇത്തരത്തിലുള്ള ഇടപെടലുണ്ടായി, ബാഹ്യ ഇടപെടലുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയ ഒരു മന്ത്രിക്കെതിരെ എന്തുകൊണ്ടാണ് പ്രകടമായൊരു സമരം പോലും കോൺഗ്രസ് ഏറ്റെടുക്കാത്തത്? അല്ല, അന്നും ബിന്ദുവിനെതിരെ സമരം അല്ല പോരല്ലോ അത്. നമ്മളെപ്പോഴും ഇത് ഈ പ്രതിപക്ഷ സമരങ്ങൾക്ക് മൂർച്ച പോരെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം പോരെന്നോ ജനങ്ങൾ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രമേൽ അമർഷം ഈ സർക്കാരിനോട് കൂടുതലാണ്. അവരുടെ അമർഷം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അമർഷത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രതിഷേധം വരാതെ വരുമ്പോഴാണ് ഇത് പോരാ എന്ന് ഉള്ളൊരു അതെല്ലാ കാലഘട്ടം ജനങ്ങളെന്തായാലും പ്രതീക്ഷിക്കുമല്ലോ. അല്ല, ജനങ്ങളെ പ്രതീക്ഷിക്കും. അപ്പം അതുകൊണ്ട് അതൊരു തെറ്റായ ഒരു ഒബ്സർവേഷനായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണി എന്ന നിലയിൽ എന്നും സമരരംഗത്താണ്. സമരങ്ങൾ നടക്കാതിരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും. പിന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൈമിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം ആദ്യമേ തന്നെ നമ്മൾ എക്സോസ്റ്റഡ് ആവുക
എന്നുള്ളതും ഒരു ഇതല്ല. ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു, മറ്റേ അതിന് ശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ എല്ലാം ഒരു 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 സീക്വൻസും ഒരു ടൈമിങ്ങും ഉണ്ട്. ഇതിലൊരു സംശയമുള്ളത്, കോൺഗ്രസ് വളരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലപാടുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇതിലെ എന്ത് തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആവണമെന്ന് പറയുന്ന ചോദ്യമുണ്ട്. കാരണം ഇപ്പം ചാൻസലറുടെ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം എന്ന് പറയുന്ന കാര്യത്തിൽ ആദ്യം കോൺഗ്രസ് എടുത്ത നിലപാട് ഞങ്ങൾ ചാൻസലറെ മാറ്റാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ്. പക്ഷെ പിന്നീട് ഓക്കെ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പുറത്ത് വാർത്തകൾ വന്നിട്ടുള്ളത്. ആ നിലപാട് മാറ്റി വോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് ചോദ്യത്തിന് ഒരുമിച്ച് ഉത്തരം പറഞ്ഞത്. ഇപ്പം ഇന്നലെ ശരിക്കും നമ്മുടെ കെ സുധാകരൻ പറഞ്ഞേക്കുന്നത് ഇത് ഗവർണറാണ് ശരി എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും പറയുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ കോൺഗ്രസിനൊരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പലപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഗവർണറുടെ കാര്യത്തിൽ ആദ്യം ഏറ്റവും ശക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടിയും UDFും തന്നെ സ്വീകരിച്ചാണ്. ഗവർണറെ പിൻവലിക്കണമെന്ന പ്രമേയം പോലും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ അന്നേരം അതിൻ്റെ അകത്തെല്ലാം ഗവർണറുമായി ഒത്തുനിന്നതും, ഒരു സമയത്ത് ഗവർണറുമായി പിണങ്ങും, മറ്റൊരു സമയത്ത് കാര്യം നടത്തേണ്ട സമയത്ത് ഗവർണറുമായി ഒന്നിക്കും, ഗവർണർക്ക് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കും, സർക്കാരിന് വേണ്ട കാര്യങ്ങൾ ഗവർണർ ചെയ്തു കൊടുക്കും, പിന്നീട് വീണ്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ഇതുപോലൊരു ചക്രത്തി പോരാട്ടം പോലെ ഒരു കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ്. ഗവർണർ എപ്പോഴൊക്കെ ആ പദവിക്ക് നിരക്കാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ശക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM പറയുന്ന പോലുള്ള നിയമനങ്ങൾ നടത്തണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഗവർണർ ചെയ്ത ഭാഗം ശരിയാണ് എന്നും പറയാൻ കഴിയില്ല. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളെ പോലെ ചെയ്യുന്നത് സ്വജനപക്ഷപാതമാണ്. അപ്പം അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. പക്ഷേ ഇനിയിപ്പോൾ രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ ടെക്സ്റ്റ് ഞാൻ മുഴുവൻ പരിശോധിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു CPM നടത്തിയ നിയമനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള നോമിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തീർത്തും യോഗ്യരല്ലാത്ത ആളുകളെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചുള്ളൊരു ചോദ്യം വരികയാണ്, ഗവർണർ ലീഗുകാരെയും കോൺഗ്രസ് അനുകൂലികളെയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, കോൺഗ്രസ്സിൽ നിയമിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളുകളുണ്ട്, എന്നാൽ നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ള ആളുകളുണ്ട്. ഗവർണർ ചെയ്തിട്ടുള്ളതിൽ കുറേ ആളുകൾ യോഗ്യരായിരിക്കും, ഞങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യോഗ്യരായിട്ടുള്ളവരെ നിയമിച്ചതിനെ ഞങ്ങൾ എതിർക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോൾ സംഘപരിവാർ ആണെങ്കിലും യോഗ്യതയുള്ളവരെയാണ് നിയമിച്ചതെങ്കിൽ സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുന്നത് ഞങ്ങളിപ്പോൾ അതിനെ എന്ന കാര്യമില്ല എന്നുള്ളൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ആ നിലയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. സുധാകരനെ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞാൽ ഇത് 1-2 ഒക്കേഷനായി അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പരിശ്രമിക്കുന്നത് നല്ലൊരു ശരിയായ രീതിയിൽ. കാരണം CPM ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. കാരണം കെ സുധാകരൻ എന്ന് പറയുന്ന ആളാണ് ഇന്ന് കേരളത്തിലെ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും വലിയ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബിഗസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് KPC പ്രസിഡന്റിനെതിരെ നിരന്തരമായി ഇതുപോലുള്ള ആരോപണങ്ങൾ പടച്ചുവിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊന്നും നിന്നു കൊടുക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിനകത്ത് തന്നെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം എന്ന് പറഞ്ഞുള്ള ആവശ്യങ്ങൾ ഉയരുന്നെന്നും ഇത് കേന്ദ്ര നേതൃത്വത്തെ AICC നേതൃത്വത്തെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഏറെ വൈകാതെ തന്നെ ഖാർഗെ കണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ? ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഒരു ഇതുപോലത്തെ ഒരു ഇഷ്യൂ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നൊരു വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സോഴ്സോ അല്ലെങ്കിൽ അതിനൊരു ഒതൻറ്റിസിറ്റിയോ വേണ്ടേ? ഇതുവരെ ആരെങ്കിലും ഓൺ ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പല വാർത്തകളും പടച്ചുകൂടി ഇങ്ങനെ സ്കൂപ്പുകൾ കൊടുക്കുകയും അതിൻ്റെ പേരിൽ നമ്മളൊന്ന് പ്രതികരിക്കേണ്ടി വരികയും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നിർഭാഗ്യകരമാണ്. നിങ്ങളൊക്കെ സീനിയർ ആയിട്ടുള്ള പത്രക്കാരാണ്, നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള പല പല ഗിമ്മിക്സുകളും പല പല കാര്യങ്ങളും പലരും ട്രൈ ചെയ്യും. നമ്മൾ അതിൻ്റെ പുറകെ പിന്നാലെ പോരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കോൺഗ്രസ് ഭയക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ പ്രതിഷേധം കേരളമാകെ ആഞ്ഞു കത്തുകയും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ 1 മാസത്തെയെങ്കിലും വേതനം, അതായത് മറ്റേ സാമൂഹ്യ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തു. നമുക്ക് അറിയാം ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സ്വീകാര്യത കൂടി വരികയാണ്. ഇപ്പോൾ KM ഷാജഹാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ഇപ്പോഴത്തെ പല പ്രസ്താവനകൾക്കും 3 ലക്ഷം 5 ലക്ഷത്തോളം വ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ വ്യൂസ് മാത്രമല്ല, അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതുണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഇതൊരു കൊടുക്കൽ വാങ്ങൽ ഇവരൊക്കെ തമ്മിലുണ്ട് എന്ന് പറയുന്ന ഒരു സംശയം ആളുടെ ഇടയ്ക്ക് ബലപ്പെട്ട് വരുന്നവരുടെ നമ്പർ കൂടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന്.
രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മറിയക്കുട്ടി നടത്തിയിട്ടുള്ള പ്രക്ഷോഭം പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലെ നമ്മൾ നേരത്തെ ഒരിക്കൽ മാത്രമാണ് കേരള ഗവൺമെന്റ് പിന്നോക്കം പോകുന്നത് കണ്ടത്. അത് സ്പ്രിംഗ്ലർ ഇടപാടിലാണ്. ആ സ്പ്രിംഗ്ലർ ഇടപാട് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇപ്പൊ ഭരണത്തിലേക്ക്, അതായത് ഇപ്പൊ പ്രതിപക്ഷമായി വന്നിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിനെ തിരുത്തിക്കാനോ ഒരു വലിയ ജനരോഷം ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു സ്വയം വിമർശനപരമായി കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യേണ്ടതല്ലേ? അതങ്ങനെ മാത്രമല്ല, സ്പ്രിംഗ്ലർ ഇടപാടിൽ പിന്നോട്ട് പോയെന്ന് മാത്രമല്ല, പമ്പ മണൽക്കടത്ത് സർക്കാർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ എത്രയോ ഇൻസ്റ്റൻസിൽ ഗവൺമെന്റ് അവരുടെ തീരുമാനങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് വളരെ ശക്തമായി എതിർത്ത് പല കാര്യങ്ങളും ഗവൺമെന്റിനെ കൊണ്ട് തെറ്റിക്കാനും മാറ്റിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അഴിമതിയാണെങ്കിലും മറ്റു തരത്തിൽ ഇപ്പം കരുവന്നൂർ ബാങ്കിൽ തന്നെ ഗവൺമെന്റ് ആ പൈസ ഖജനാവിൽ നിന്നും ഇത് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചാണ്. അപ്പം നമ്മുടെ ഞാൻ അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്ത് വളരെ ശക്തമായ നിലപാട്, അതിൻ്റെ അകത്ത് റബ്കോയുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പുള്ളൊരു ബെയിൽ ഔട്ട്, അതിൻ്റെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുകയും ഗവൺമെന്റിനെ അങ്ങനെ ഡിഫൻസിലാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവരതുമായിട്ട് മുമ്പോട്ട് പോയിരുന്നത്. അപ്പം അങ്ങനെ പല ഒക്കേഷൻസിൽ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം, ജനങ്ങളുടെ രോഷം അത്രയും കൂടുതലായതുകൊണ്ട് ഇപ്പം മറിയക്കുട്ടി ചെഴുത്തിയുടെ പ്രതിഷേധം കേരളം അതുപോലെ ഏറ്റെടുക്കാൻ കാരണം ആ നിലയിലുള്ള ഒരു പ്രതിഷേധം അത്രയും പ്രായമുള്ള ഒരു ലേഡി ചെയ്തപ്പോൾ ജനവികാരം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന നിലയിലേക്ക് അത് വന്നു. അത് ജനം ഏറ്റെടുത്തതിൽ ഞങ്ങൾ വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം അതൊക്കെ കാണിക്കുന്നത് ഹൗ അൺപോപ്പുലർ ദിസ് ഗവൺമെന്റ് ഈസ് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിറവേറ്റി ഞങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ള കഠിനാധ്വാനത്തിലും പെടാപ്പാടും പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വി ആർ സിൻസിയർലി ഫൈറ്റിംഗ് ദ ഗവൺമെന്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസോ ഒരു വിട്ടുവീഴ്ചയോ ഒരു സിമ്പതിയോ എമ്പതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു നീക്കുപോക്കോ ഉണ്ടാവത്തില്ല. ഈ കരുവണ്ണൂരിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെയാണ്, കരുവണ്ണൂർ ബാങ്കിൽ യഥാർത്ഥത്തിൽ വന്ന് വലിയ തീവട്ടി കൊള്ളയാണ് നടന്നത്, വലിയ ഭീകരമായ കൊള്ള. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, കോൺഗ്രസ് അതിശക്തമായി അതിനെതിരെ സമരമുഖത്തുണ്ടായിരുന്നില്ല. പല്ലക്കരെ പോലുള്ള ചില നേതാക്കന്മാർ ഒഴിച്ചു നിർത്തിയാൽ ഈ സമരത്തിൽ അതിശക്തമായി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇ ഡിയുടെ ഇത്തരത്തിലുള്ള രംഗപ്രവേശവും ഇ ഡി പല ബാങ്കുകളിലും കയറുന്നതും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതൊക്കെ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹകരണ മുന്നണി അത് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സമിതി പോലും ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില ബാങ്കുകൾ ഇത്തരം പ്രശ്നമുള്ളതായതുകൊണ്ടാണോ അത്തരത്തിൽ അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് പറ്റാതെ പോകുന്നത്? കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം CPM ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് 350-ലധികം സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുണ്ട് എന്നുള്ളത് നിയമസഭയിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ക്രമക്കേടിൽ മഹാഭൂരിപക്ഷവും ഞങ്ങളല്ല, മഹാഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നും അതുപോലെ ഏതാണ്ട് 7-ലധികം വരുന്ന സഹകരണ സംഘങ്ങളിൽ BJP ആണ് ഭരിക്കുന്നതെന്നൊക്കെയുള്ള വലിയ പ്രചാരണമുണ്ട്. അതാണ് ചോദിച്ചത്. അവർ നിയമസഭയിൽ വെച്ച ഡോക്യുമെന്റിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയും ഒടുവിൽ അവർക്ക് അതിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഇതെല്ലാം CPM ഓരോ വ്യാജം അവർക്കെതിരെ കാര്യം വന്നു കഴിയുമ്പോൾ അവരെന്തും പ്രചരിപ്പിക്കാൻ സാധിക്കും. അതിനുള്ളൊരു മിഷനറി അവർക്കുണ്ട്, അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാനില്ല. ഏത് പച്ചക്കള്ളവും സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ കേരളം മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള ഒരു മിഷനറി CPM അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കത് നല്ലപോലെ കൗണ്ടർ ചെയ്യാനും സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എഫക്റ്റീവായി അത് ചെയ്യുന്നുമുണ്ട്. അവരുടെ കള്ളങ്ങളൊക്കെ പൊളിക്കുകയും അവരെ നല്ലപോലെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൗണ്ടറിൽ നിൽക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കരുവന്നൂരിൽ ഇതിൻ്റെ അകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന്, CPM അഴിമതിയെ തുറന്നു കാണിക്കുകയും പ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുകയും ആ വിഷയം ഏറ്റെടുക്കുകയും നിയമസഭയിൽ എല്ലാം കൊണ്ടുവരികയും. അറ്റ് ദ സെയിം ടൈം ഇവിടെ കേന്ദ്ര സർക്കാരും BJPയും കാലങ്ങളായി കാത്തിരിക്കുന്ന അവസരങ്ങളുണ്ട്, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥിതിയുണ്ട്. അവരൊരുപക്ഷെ ഒരവസരമുണ്ടാക്കി കടന്നു കയറി കേരളത്തിലെ സഹകരണ മേഖല അടക്കം തുരങ്കം, കാരണം അവർക്ക് ഒരു രീതിയിലും ഒരു സ്വാധീനമുള്ള, അവർക്ക് പ്രസൻസ് ഉള്ള മേഖലയല്ല. അപ്പം അതിനെ കൊളാപ്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഒരുപക്ഷെ സംഘപരിവാർ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൂടാതെ ഒരുപക്ഷെ മറ്റ് ബിസിനസ് ഇൻട്രസ്റ്റുകൾ പോലും വർക്കൗട്ട് ചെയ്തെന്ന് വരാം. അപ്പം അതിനുള്ളൊരു അവസരവും കൂടി ഞങ്ങൾ കൊടുക്കരുതെന്നുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള തിങ്കിങ് പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പല കാര്യങ്ങളിലും നമ്മൾ യു മേ ഫീൽ വി ആർ നോട്ട് ഗോയിങ് ബിയോണ്ട് എ ത്രഷോൾഡ് എന്ന് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. അല്ല, അവിടെയാണ് കോൺഗ്രസ് ഇരട്ടി പണിയെടുക്കണമെന്ന് നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഇപ്പം സാർ പറഞ്ഞതുപോലെ ഇത് രണ്ടും പറഞ്ഞ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയ നേതൃത്വങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കോൺഗ്രസിന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ പാർട്ട് ഞാനും 100% യോജിക്കുന്ന ഒന്നാണ്. ഈ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്.
ഈസി അല്ല, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അതായത് ഒരു വശത്ത് CPM-ന്റെ വലിയ അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവും തുറന്നു കാണിക്കുകയും അവരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ വിഗറോടുകൂടി സംഘപരിവാർ BJP അജണ്ടയെ പ്രതിരോധിക്കുകയും അവരെ എക്സ്പോസ് ചെയ്യും, അവരെ പ്രതിരോധിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 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 ടാസ്ക് ഈസി അല്ലാത്തൊരു ടാസ്ക്കാണ് കോൺഗ്രസിന് മുമ്പിലുള്ളത്. അതിനു വേണ്ടിയിട്ട് ശക്തമായ ലീഡർഷിപ്പും ശക്തമായ പ്രവർത്തനവും ശക്തമായ അഗ്രസീവായിട്ടുള്ളൊരു ശൈലിയും ഒക്കെ വേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിരോധത്തിലായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ഈ രാജ്യത്ത്, ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്രയും ബൃഹത്തായ ഒരു ഇന്റേണൽ ഇലക്ഷൻ പ്രോസസ്സ്. ഒരുപക്ഷെ US-ലെ സെനറ്റിലേക്കുള്ള കാൻഡിഡേറ്റ്സ് തീരുമാനിക്കുന്നതിലൊക്കെ ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു യുവജന സംഘടനയ്ക്ക് ഇത്രയും ബൃഹത്തായ ഒരു ഇന്റേണൽ ഇലക്ഷൻ പ്രോസസ്സ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലോകത്തെവിടെയും നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇത് ക്യാരി ഔട്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ലീഡർഷിപ്പിന് നിലവിൽ CPM-ന് അതിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ട് സാധിക്കും ഈ നിലയ്ക്കുള്ള ഒരു ഇലക്ഷൻ? CPM-ന് കഴിയും? നോ, ദേ കനോട്ട് ഡു ദാറ്റ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വളരെ പ്രൗഡായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം ഒരു വലിയൊരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ ഒരു ലീഡർഷിപ്പിനെ ഞങ്ങൾക്ക് അവരോധിക്കാൻ കഴിഞ്ഞു. പ്രവർത്തകരുടെ പിന്തുണയുള്ള ലീഡർഷിപ്പാണ്. അതിൻ്റെതായ റിസൾട്ട് വരുന്ന ആളുകളിലുണ്ടാവും. ഈ അനിൽ അക്കരയോട് നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു ഒറ്റപ്പെടൽ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മാത്യു കുഴൽനാടൻ വളരെ ധീരമായ ചില നിലപാടുകളെടുത്താണ്. ഇപ്പം നിയമസഭക്കകത്ത് നമുക്കറിയാം എക്സാലോജിക്കിൻ്റെ മെൻറ്റർ ജയ്ക്ക് മാറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയും ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് എന്തും തട്ടിക്കളയാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ഓക്കെ, അതിനുശേഷം താങ്കൾ ഇതുമായി മുന്നോട്ട് പോയപ്പോഴും പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ചോദ്യം പൂർത്തിയാക്കിക്കൂടെ. ഇതിനു മുൻപ് താങ്കൾ കേരള ബാങ്ക് ഒരു വീട് ജപ്തി ചെയ്യാൻ വരുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം താങ്കൾ മറ്റാരെ കൊണ്ടും ചെയ്യിപ്പിക്കാതെ താങ്കൾ തന്നെ ആ ലോക്ക് അടിച്ചു പൊളിക്കുകയും ഇനി എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ അത് എൻ്റെ പേരിൽ തന്നെ വന്നോട്ടെ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് ശരിക്കും വളരെ പ്രതീകാത്മകമായ ഒരു സമരമായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത്തരത്തിൽ ഈ പറയുന്ന ഒരു സമരങ്ങളെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സഹജമായിട്ടുള്ള ദൗർബല്യം കൊണ്ട് ഉപയോഗപ്പെടുത്താത്തതാണോ, അതോ പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്? അല്ല, സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയോഗം കറക്റ്റ് അല്ല. കാരണം എന്നോട് പലരും ഇത് ചോദിക്കുന്നു. ഞാൻ ഒരുപാട് വട്ടം മറുപടി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു MLA, കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഞാൻ UDF-ൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും നിയമസഭയ്ക്കകത്തും പുറത്തും ഞാൻ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിലും ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്യണമെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടുവരണമെങ്കിലും അതിന് പാർട്ടി ലീഡർഷിപ്പിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അവരുടെ എൻഡോഴ്സ്മെൻ്റ് ഇല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ വിഷയങ്ങളിലൊക്കെ കുറേ സാങ്കേതികത്വവും കുറേ ടെക്നിക്കാലിറ്റിയും കുറേ സ്പെസിഫിക്സും കുറേ ഡീറ്റെയിലിങ്ങും ഒക്കെ വേണ്ട ഒരു ഇതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്നുപോലെ ഒരേ രീതിയിൽ അഡ്രസ്സ് ചെയ്തോളുന്നില്ല. ഇതിൻ്റെ അകത്ത് പലപ്പോഴും നിങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും പല സമയത്തും ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ വരികയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുക ഒക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇഷ്യൂ ആ നിലയ്ക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നതിൽ എന്നെ പാർട്ടി നിയോഗിക്കുകയും ഞാൻ മുന്നിൽ നിന്ന് അത് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി എനിക്ക് അതിനോട് ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി തന്നിട്ടുണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കാനും നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊരു അഭിഭാഷകൻ കൂടി എന്നുള്ളത് കൊണ്ടും ആ നിയമവശങ്ങളിലും അത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്കും എന്നെ തന്നെ അത് ഇൻട്രസ്റ്റ് ചെയ്തപ്പോൾ അതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതായി ഫീൽ ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവാണെങ്കിലും KPC പ്രസിഡന്റ് ആണെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും, ശക്തമായ പിന്തുണ എനിക്ക് തരികയും ചെയ്തു. ഞാൻ ചോദിക്കാൻ കാര്യം, കാരണം തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മാത്യു കുഴൽനാടൻ്റെ തറവാട് വീട് വന്ന് ഏതാണ്ട് 10-20ഓളം പേർ, അതായത് വലിയ എൻക്രോച്ച്മെന്റ് നടത്തിയിരിക്കുന്നതിൽ അളക്കുന്നതാണ്. താങ്കൾ മേടിച്ചിട്ടുള്ള ഒരു റിസോർട്ടിനെ കുറിച്ച്, റിസോർട്ട് എന്ന് വിളിക്കാമോ അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്ന് വിളിക്കാമോ എന്നൊക്കെയുള്ള തർക്കമുണ്ടാവുകയും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേ ആണെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് വലിയ വിജയശ്രീലാളെ നയിക്കുന്നത് CPM-നെയാണ്. ഇത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പേര് വേണമെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ല. ചില മാധ്യമങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ എഡിറ്റേഴ്സ് മീറ്റിലൊക്കെ വലിയ ചർച്ച നടക്കുന്നു. കാരണം മാത്യു കുഴൽനാടൻ ഏതാണ്ട് 12 ഇരട്ടിയോളം അല്ലെങ്കിൽ 20 ഇരട്ടിയോളം സമ്പാദ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം എനിക്കത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്
ഇത്തരത്തിലുള്ളൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ CN മോഹൻ വന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു പുകമറയാണ്. പക്ഷേ ആ പുകമറ താങ്കളുടെ കമ്പനി വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്നീട് പിന്നോക്കം പോകുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി അങ്ങനെ ആക്രമിക്കാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. കാരണം അതിനെതിരെ ഞാൻ പറയണത്, ഇപ്പോൾ എല്ലാവർക്കും ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ വേട്ടയാടി എന്നോട് പലപ്പോഴും എൻ്റെ നേതാക്കന്മാർ ചോദിച്ചിരുന്നു, ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന്. ഐ ടോൾഡ് ദം സോ ഫാർ ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഓക്കെ ഡിഫെൻഡിങ് മൈസെൽഫ്. എനിക്ക് അതിനുള്ളൊരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കൊന്ന് ഫേസ് ചെയ്യാൻ ഞാൻ തന്നെ തീരുമാനിച്ചാണ്. പാർട്ടി എൻ്റെ അടുത്ത് ചോദിച്ചാണ് എന്ത് വേണം, ആ നിലയ്ക്ക് വേണം. പിന്നെ അവിടെ പ്രാദേശികമായിട്ട് എനിക്കെതിരെയുള്ള ഇതിനെതിരെ വലിയൊരു റാലി മൂവാറ്റുപുഴയിലുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നതാണ്. അതെല്ലാം ഉണ്ടായി. പക്ഷേ ഈ CPM വേട്ടയാടലിൽ ഭയപ്പെട്ട് നമ്മൾ അങ്ങനെ വലിയൊരു ആരെങ്കിലും പ്രതിരോധത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയിൽ നിന്നും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മാസപ്പടി വാങ്ങിച്ചു എന്നുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചത്, അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണവും വലിയ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകൾ വരികയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അതൊരു ടാക്സ് അടക്കാത്ത വിഷയം മാത്രമായി മാറുന്നതിലേക്ക് എങ്ങനെയാണ് അത് മാറിയത്? അങ്ങനെ മാറിയിട്ടില്ല. കാരണം അത് മനസ്സിലാക്കേണ്ടത്, ആദ്യം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ വീണയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ വന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. നിങ്ങൾ ഓർക്കണോ എനിക്കറിയില്ല. അവരുടെ പത്രക്കുറിപ്പ് ഇറങ്ങാണ് വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട്. CPM-ഉമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മകളെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്വകാര്യ സംരംഭകയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കുറിപ്പ് അതിലവരെഴുതി, ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, പണം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ടാക്സും അടച്ചിട്ടുണ്ട് എന്നതായിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു പോയിന്റ് കണ്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സിൻ്റെ രേഖ ഹാജരാക്കണം. ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. GST രേഖ പുറത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഹാജരാക്കണം എന്ന് ഞാൻ പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. ഇത് ഒരു കമ്പനിയിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സമാനമായ നിലയിൽ മാസപ്പടിയായി മറ്റ് നിരവധി കമ്പനികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയിട്ടുണ്ട്. ആ GST സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് അവർ പുറത്തു വയ്ക്കാത്തത്? അത് പുറത്തു വെച്ചാൽ ആ കണക്കുകളും പുറത്തു വരുന്നുള്ളതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഒരാളുടെ GST സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സ്വകാര്യതയുള്ള കണക്കുകളാണ് എന്നതുകൊണ്ട് എനിക്കറിയാം, പ്രൈവസി ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനായിട്ടത് പുറത്തുവിടുന്നതിലൊരു ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അവസാനിച്ചിട്ടില്ല. അപ്പോൾ GSTയുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും അവസാനമായി വീണ വിജയൻ തന്നെ സമർപ്പിച്ച GSTR 9, അതായത് ആ വർഷം അവർ മൊത്തം ഞാൻ അടച്ചു എന്ന് പറയുന്ന GSTR 9, ഈ പറഞ്ഞ മാതിരി ചില മാധ്യമങ്ങളൊക്കെ ഒരു ദിവസം വലിയ ഇതായിട്ട് ആഘോഷിച്ചതിന് മറുപടിയായിട്ട് GSTR 9 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പുറത്തു വിട്ടിരുന്നു. അതാരും ഇതുവരെ കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. അതനുസരിച്ച് നോക്കുമ്പോൾ വീണ ഈ പറഞ്ഞ തുകയ്ക്ക് GSTയോ ടാക്സോ അടച്ചിട്ടില്ല എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിയുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ പോരാട്ടം. മാസപ്പടി അഴിമതിയാണെന്നും ആ അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ വിജിലൻസിന് മുമ്പ് പരാതിയുണ്ട്, വിജിലൻസ് ആക്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് കോടതിയിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങും. അല്ല, അതിൽ ഈ പത്രസമ്മേളനം ഞാൻ വളരെ വിശദമായൊരു 4 തവണ കണ്ട ഒരാളാണ്, താങ്കളുടെ പത്രസമ്മേളനം. ഈ 4 തവണ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ ക്രിട്ടിക്കലി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ എറർ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചു. എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംഫസൈസ് ചെയ്തൊരു പോയിന്റ് ഇതാവുകയും നാളെ ഹെഡ്ലൈനുകൾ ഇതായി പോവുകയും ചെയ്യുന്നൊരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞത് ഇത് മാത്യു കുഴൽനാടെന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ മാത്രമല്ല, കോൺഗ്രസ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി അവധാനത വേണ്ട. ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇടപാട്, നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും സ്പ്രിംഗ്ലർ ഇടപാട് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവന് ഡാറ്റ വെക്കുക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് പെട്ടെന്നൊരു വികാരം ഉണ്ടാകുന്ന കാര്യമല്ല. നിങ്ങൾ ഇപ്പം കർണാടകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ DK ശിവകുമാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഏറ്റവും വലിയ പ്രചരണമായത് നോക്കിയത് 40% ഗവൺമെൻറ് എന്നാണ്. രണ്ടാമത്തേത് എന്താണ്? കാരണം ഗ്യാസിൻ്റെ വില കൂടി എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് അവിടുത്തെ KPCC, അത് KPCC തന്നെയാണല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരു വലിയ ഗ്യാസ് സിലിണ്ടറിൻ്റെ കട്ടൗട്ട് വെച്ചേക്കാണ്. കാരണം നിങ്ങൾ എവിടെ കവർ ചെയ്താലും ആ കട്ടൗട്ട് എന്ത് ചെയ്യും, വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതില്ല. കാരണം എതിരിടുന്നത് CPM-നോടാണ്. അവർ ലോകത്തൊരിക്കലും വരാത്ത കമ്മ്യൂണിസം വരുമെന്ന് പറഞ്ഞ ആളുകളെ പഠിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി മോഹന വാഗ്ദാനങ്ങൾ വിൽക്കുന്നവരാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളത്, മാത്യു ആണ് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയോ എന്നുള്ളതാണ്. അതായത് ഓക്കെ, അത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പത്രസമ്മേളനം. കാരണം അതിലേക്കൊരു എംഫസിസ് കുറച്ചുകൂടി കൂടിപ്പോയോ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ,
കഴിഞ്ഞ ദിവസം പത്രക്കാരെ കണ്ടപ്പോൾ എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പിക്ചർ അബീബി ബാക്കി ഹേ എന്ന്. ഇത് അവസാനിച്ചിട്ടില്ലല്ലോ. ഓൺലി 1 എപ്പിസോഡ് ഈസ് ഓവർ. GSTയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം തെളിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണ ബോധ്യം. ഇനി മാസപ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകും, അതല്ലാണ്ട് അത് അവിടെ അവസാനിക്കുകയല്ല. ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇഷ്യൂ, ഒരു ഹൈപ്പ് വന്നു, അല്ലെങ്കിൽ അതൊരു വലിയ ചർച്ചയായി, അതിനൊരു വലിയൊരു ഇതുണ്ടായി, അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സബ്സൈഡ് ചെയ്തു എന്നാണ് ധരിക്കുന്നത്. അവസാനിച്ചിട്ടില്ല, ഡോണ്ട് വറി. അങ്ങനെ ധരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ അഴിമതി സംഭവം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. ആ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഇതാ ഇപ്പോൾ ഒരാളും ഇപ്പോൾ വരും, ഇപ്പോൾ ഇടീൻ്റെ പിടിയിലാവും എന്നൊക്കെ കരുതി പല കാര്യങ്ങളും ഇതാ വെളിച്ചത്ത് വരാൻ പോകുന്നു പറഞ്ഞു. പക്ഷേ സ്വപ്നയുടെ വെളിപ്പെടുത്തലല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നടന്നിട്ടില്ല. അതിശക്തമായ ഒരു നിലപാട് പോലും അതിൽ പ്രതിപക്ഷവും സ്വീകരിച്ചിട്ടില്ല. അപ്പം അത്തരത്തിൽ ഈ കേസും തേഞ്ഞുമാഞ്ഞു പോകുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ട്. അല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ യഥാർത്ഥത്തിൽ ഞാനും അതൊന്ന് പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ തുടരുന്നത് നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നോൺ BJP മുഖ്യമന്ത്രി, അവരെ അനുകൂലിക്കാത്ത, NDAയുടെ ഭാഗമല്ലാത്ത ഒരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത ആനുകൂല്യം പിണറായി വിജയന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അപ്രോപ്രിയേറ്റ് ആയ ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതും അത് ചെയ്യാൻ കഴിയുമായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾക്കാണ്, നമ്പർ 1. രണ്ടാമത്, ഇവിടുത്തെ ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലാണല്ലോ. അപ്പോൾ ഇത്രയും എവിഡൻസ് പുറത്തു വന്ന് സ്വപ്ന പരാതി കൊടുത്തു, സ്വപ്നയുടെ മൊഴിയെടുത്തു, സ്വപ്ന ഇത്രയും ഡീറ്റെയിൽസ് ഡൈവേൾജ് ചെയ്തിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി അപ്പാരൻറ്റ്, വെരി ക്ലിയർ. അതായത് BJPയും CPMുമായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ വി ആർ ഹെൽപ്ലെസ്. We can move to the court. I don't know whether Swapna will take it to the court or not. കോടതി പോയിട്ട് ഇപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ എന്താ? അതെ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഫൈറ്റ് ചെയ്യുന്നതിന് നമുക്കെപ്പോഴും, അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അടുത്ത ഒരു ഗവൺമെൻറ് LDFൻ്റെ അല്ലാതെ വരികയും അതിൽ ആർജവമുള്ളൊരു ആഭ്യന്തരമന്ത്രി വരികയും ചെയ്താൽ മക്കൾ ജയിലിൽ കാണേണ്ട വരുമല്ലോ എന്നുള്ളൊരു പിതാവിൻ്റെ വെപ്രാളമാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വായിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിനോ അതിനേക്കാൾ അപ്പുറം മകള് ജയിലിൽ പോകുമോ എന്നുള്ള ഭയമാണ് അദ്ദേഹത്തിന് മുഖത്ത് നൽകിയത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട, ഇപ്പം താങ്കൾ പറഞ്ഞ ഉത്തരം ഞാൻ ആവർത്തിക്കുന്നില്ല, അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവുകയും മറ്റു പാർട്ടികൾ ശക്തിപ്പെടുകയും വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പോലും വിചാരിക്കുന്നുണ്ടെന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസിനെ ശക്തമായി ആക്രമിക്കുന്ന പോലെ ബാക്കിയുള്ളവരെ ആരെയും CPM ആക്രമിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, അത് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു നോർമൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ വലിയ വിള്ളൽ വീഴ്ത്താൻ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഇവരോട് കുറച്ചുകൂടി സോഫ്റ്റ് കോർണർ കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ പാർട്ടികളായില്ലെങ്കിൽ പോലും അതിനകത്തുള്ള ജനവിഭാഗങ്ങൾ കുറച്ചുകൂടി സോഫ്റ്റ് കോർണർ കാണിക്കുന്നു. കാരണം CPMനുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ CPM ഒരു ലോക്കൽ പാർട്ടിയായി മാറിയിരിക്കുന്നു. അതിന് കേരളം മാത്രം നോക്കി തീരുമാനമെടുത്താൽ മതി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഇതിനിടയ്ക്ക് ശ്വാസം മുട്ടുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോൺഗ്രസ് ഇപ്പോൾ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മധ്യപ്രദേശിൻ്റെ ഇലക്ഷൻ കഴിയണമെന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതിനിടയിൽ കോൺഗ്രസ് ഒരു സ്പേസോ അല്ലെങ്കിൽ കൃത്യമായുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകളോ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുള്ളതാണ്. ഇല്ല, അങ്ങനെയില്ല. പക്ഷേ ഒരു കാര്യം കറക്റ്റാണ്, CPM പഴയ അവരുടെ ഒരു ട്രഡീഷണലായിട്ട് പോന്നിരുന്ന ഒരു സോഷ്യൽ ബേസിൽ നിന്നും മാറി ചിന്തിക്കാൻ പരിശ്രമിക്കുന്നത് നമുക്ക് വളരെ എവിഡൻ്റാണ്. അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്നുള്ളത് കാലം കാണിച്ചു തരേണ്ടതാണ്. പൊളിറ്റിക്സിൽ ഒരിക്കലും 1+1=2 എന്ന് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു അതിമോഹമാണോ, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടുവരും. അത് പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ന നിലയ്ക്ക്, UDF എന്ന നിലയ്ക്ക് പരമ്പരാഗതമായി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള, ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ജനവിഭാഗങ്ങളെ ഉറപ്പിച്ച് കൂടെ നിർത്താൻ കോൺഗ്രസും UDFും വലിയ പരിശ്രമം തന്നെ നടത്തേണ്ടതാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടുതൽ എഫേർട്സ് വരേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ചോദ്യം ഉള്ളത്, താങ്കളിപ്പോൾ ന്യൂസ് മേക്കർ ആകാനുള്ള
ഒരുക്കത്തിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ന്യൂസ് മേക്കർ ആകാനുള്ള ഒരുക്കത്തിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജനത്തിനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് നാട്ടിലുള്ള കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കൾച്ചറോ പൊളിറ്റിക്സോ ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു റീഗെയിൻ ചെയ്യാനുള്ള എഫേർട്ടിൻ്റെ ഭാഗമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശയം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവുക എന്നിട്ട് രാഷ്ട്രീയം തുടരുക എന്നുള്ളതാണ്. അത് താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ വളരെ കൃത്യമായി കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യം. താങ്കൾ വളരെ പ്രൊഫഷണലി അത് മാനേജ് ചെയ്യുന്നതും, താങ്കൾ സൺഡേ മോർണിംഗ് പള്ളിയിൽ നിന്ന് വന്നിട്ട് അവസാനത്തെ ആളെ വരെ കാണുന്നതും എല്ലാം ഞാൻ കേട്ടു. അപ്പോൾ ഇത് വലിയൊരു സന്ദേശം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം താങ്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ഇത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ന്യൂസ് മേക്കർ ആയി കിട്ടിയാൽ കുറേ കൂടി റീച്ച്, അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതോ മറ്റൊരു സൈഡ് ലൈനിലൂടെ ഇത്തരത്തിലുള്ള കുറേ കൂടി ഒരു ചേഞ്ചസ് കൂടി രാഷ്ട്രീയത്തിൽ വരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ്? അല്ല, നമ്മൾ എല്ലാവരും ചേഞ്ചിനെ കുറിച്ച് പ്രസംഗിക്കും, പറയും, അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റം മാറണമെന്ന് അഭിപ്രായപ്പെടുന്നവരായിരിക്കും. എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷം ആളുകളും അതിനോട് വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചറും സെറ്റപ്പും സിസ്റ്റവും മാറണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ബാക്കി വരും. നമ്മളെന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ എൻ്റേതായ നിലയ്ക്ക്, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ ഇതുപോലുള്ള ചേഞ്ചസിന് വേണ്ടി ഡ്രൈവ് എന്നെക്കൊണ്ട് പറ്റുമ്പോൾ അണ്ണാങ്കുഞ്ഞ് തന്നാലായെന്ന പോലുള്ള പരിശ്രമം ഞാൻ ആദ്യഘട്ടം മുതൽ നടത്തി വന്നിരുന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആദ്യം വിദ്യാർത്ഥി പിന്നെ നേതാവ് എന്നതാവണം ഒരു കേശുക്കാരൻ്റെ മുദ്രാവാക്യം എന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരെ സാമാന്യ ജനം വെറുക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും അവനൊക്കെ ഒരു പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇവരെല്ലാം അഴിമതിക്കാരാണെന്നുള്ളൊരു മുൻവിധിയാണ് ജനത്തിന്, മുൻവിധിയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരായിട്ടോ കുഴപ്പക്കാരായിട്ടോ അല്ലെങ്കിൽ നല്ല മനുഷ്യരല്ലായിട്ടോ അല്ല. പക്ഷേ ഇതിൻ്റെ അകത്തെ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്ത, ന്യൂനപക്ഷം ആളുകൾ ചെയ്ത തെറ്റായ പ്രവൃത്തി കൊണ്ട് ആ സമൂഹത്തെ മുഴുവൻ മുൻവിധിയോടുകൂടി കാണുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കാര്യം എപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വലിയ ഇനോവയും കാറും പത്രാസും വണ്ടിയും അതൊക്കെ ആയിട്ട് അലക്കത്തേച്ചെല്ലാം നടക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഇതിനുള്ള വരുമാനം? ഈ ചോദ്യം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കഴിഞ്ഞൊരു ജനറേഷൻ നമ്മൾ ചോദിച്ചിട്ടില്ല. ഇന്നത്തെ ജനറേഷൻ അത് ഒരു പരിധി വരെ അത് മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത് പല സംസാരങ്ങളും പുറത്തു വരും. അടുത്ത ജനറേഷൻ അത് മുഖത്ത് നോക്കി ചോദിക്കും, അടുത്ത ജനറേഷൻ അത് മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് അവൻ എന്തോരം ട്രാൻസ്പെറൻ്റ് ആവാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. അപ്പം എനിക്ക് എൻ്റെ വരുമാന മാർഗം ഇതാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ സേവനം, അതുകൊണ്ടാണ് വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം സേവനം എന്നൊരു മുദ്രാവാക്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയും ആ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ജീവിതത്തിൽ പ്രാവർത്തികം, യുവർ ലൈഫ് ഈസ് യുവർ മെസ്സേജ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി കാണിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മുദ്രാവാക്യത്തോട് നമുക്കെങ്കിലും നീതി പുലർത്താൻ കഴിയുമെന്ന് വരാം. അപ്പം ഞാൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്താണ് ഞാൻ ബാലൻസ് ചെയ്ത്. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി ടഫ്. ഇത് രണ്ട്, ഒരു പ്രൊഫഷനും പൊളിറ്റിക്സും ഒന്നിച്ച് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. കാരണം ഒരു ഈസി അല്ല, ഭയങ്കര എക്സ്ട്രീം ഹാർഡ് വർക്ക് വേണ്ട കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്താണ് ഇതുവരെ സർവൈവ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പുതിയ മുദ്രാവാക്യവും പുതിയ കാഴ്ചപ്പാടും അതൊക്കെ ഒരു പുതിയ നവീകരണത്തിനോ പുതിയ മാറ്റത്തിനോ കാരണമാകുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. ദാറ്റ്സ് വാട്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ പദവികളിൽ വരുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി സമൂഹത്തിലൊരു ചേഞ്ച് ഏജൻ്റായി പ്രവർത്തിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതാണ് ഒരു ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കൊച്ചു ആശയം മുന്നോട്ട് വെച്ചു, അത് ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. അതിന് കൂടുതലൊരു പ്രചാരം കൊടുക്കാൻ എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കണ്ടാവും. അല്ല, ഇതിൽ നമ്മൾ അമ്പരപ്പിച്ചൊരു കാര്യമാണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, താങ്കൾ ഇലക്ഷന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് താങ്കളുടെ കയ്യിൽ ബെൻസിൻ്റെ കാറുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് 10 ദിവസം വേണമെങ്കിൽ ആ ബെൻസിൻ്റെ കാർ സെയിൽ ലെറ്റർ എഴുതി ആർക്കുടെങ്കിലും പേരിലാക്കിയിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കുറച്ച് കാണിക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിരവധി നടക്കുന്നുണ്ട്, എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ താങ്കൾ വളരെ ധൈര്യപൂർവ്വം അത് കൊടുക്കുകയും പിന്നീട് ഇലക്ഷനിൽ ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ താങ്കൾ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ഒരാൾ കൗൺസിലർ ആകുന്നു, അല്ലെങ്കിൽ ഒരാൾ MLA ആകുന്നു, അല്ലെങ്കിൽ MP ആകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വേറെ ജോലിക്കൊന്നും പോകരുത്, ഫുൾ ടൈം അവൈലബിൾ ആകണം, നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വരണം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വരണം എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചുണ്ട്. കാരണം അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മളീ പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്കിപ്പോൾ UK കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. UK
പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്, അദ്ദേഹം കോടിക്കണക്കിന് രൂപ അസറ്റുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ വൈഫ് അക്ഷതാമൂർത്തി ഇപ്പോഴും ജോലി ചെയ്യാണ്, ഇദ്ദേഹം പോലും ഇപ്പോഴും ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ചേഞ്ചിന് വേണ്ടിയാണ് മാത്യു കുഴൽനാടൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ ബാക്കിയുള്ള പോരാട്ടങ്ങളെക്കാൾ വലിയൊരു പോരാട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടി കറക്റ്റാണ്. കാരണം സാധാരണ ഇപ്പം എൻ്റെ ബ്രദറെ കണക്ക് പല ആളുകളും ഒരു പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ പല സ്ഥാനങ്ങളും എടുക്കാത്തതിൻ്റെ കാരണം അവരുടെ പ്രൊഫഷൻ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ഹാർഡ് വർക്ക് വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി എളുപ്പം എല്ലാ കല്യാണ വീടുകളിലും മരണ വീടുകളിലും എല്ലാ സ്ഥലത്തും ചെല്ലുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് താങ്കളത് മുന്നോട്ട് കൊണ്ടുപോകാനും, അതാണ് ഞാൻ ചോദിച്ചത്, ഞാൻ വ്യക്തമായി ചോദിച്ചത് ഹൗ ഡു യു എന്നാണ്. ഇപ്പം എങ്ങനെയാണ് താങ്കളത് എത്രത്തോളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ആലോചിക്കുന്നത്? ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, കേരളം പോലും സ്ഥലത്ത് ഇത് സാധ്യമാവുന്ന കാര്യമാണ്. കാരണം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ പോലെയല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്, നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മൾ UK ഒക്കെ ലെവലിലേക്ക് പണ്ടേ ഉയരേണ്ടതാണ്. പക്ഷെ അത്തരം കൾച്ചറിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാനതിൻ്റെ ഈ കാര്യം പറയുമ്പോൾ ഈ ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് എന്തോ വലിയ പാതകമാണോ, തെറ്റുകാരനോ, അങ്ങനെയുള്ള ആളുകളെല്ലാം മോശക്കാരാണ് നമ്മൾ അങ്ങനെ ധരിക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ സാക്രിഫൈസും തയ്യാറായിരിക്കും. അന്ന് പണ്ട് കാലത്തെ നേതാക്കന്മാർ അങ്ങനെയാണ്. അവർ പായിൽ കിടന്നുറങ്ങി, അവർ 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അവർ 1-2 ജോഡി വസ്ത്രങ്ങൾ മാത്രം മതി, കാൽനടയായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, ട്രെയിനിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ സ്വാത്വികമായ ഒരു ലൈഫിലേക്ക് നീങ്ങുന്ന പൊളിറ്റീഷ്യൻ്റെ ഒരു ലെവലും റേഞ്ചും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെയിൻറ്റ് പോലെ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയുടെ എലിമെൻ്റുള്ള വലിയ സാക്രിഫൈസിൻ്റെ ഉള്ള, അവരത് ഡിസേർവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ഉണ്ട് ഗാഡ്. അങ്ങനെയുള്ളവരാണ് ഐഡിയലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അല്ലാണ്ട് ഇപ്പം എന്നെപ്പോലെ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലും അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ആളാണ്. നമുക്ക് ജീവിക്കണം, നന്നായി ജീവിക്കണം അന്ന് ആഗ്രഹമുള്ളപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് വർക്ക് ഫോർ യുവർ സെൽഫ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ മറ്റേ വശം ഇത് പറയാതെ പോകുന്നത് ശരിയല്ല, മോശമാണെന്ന് ധരിക്കരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇത് വളരെ പാഷനേറ്റായിട്ട് ഞാൻ കോയിൻ ചെയ്തൊരു സ്ലോഗനും അത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഐഡിയയുമാണ്. സോ ഐ മീൻ വിത്ത് മൈ ലൈഫ് ഐ എം ട്രൈങ് ടു പ്രൂവ് ഇറ്റ് വർത്ത്. അങ്ങനെ പറ്റും, അങ്ങനെ സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഞാനിത് പറഞ്ഞ് ഒരുപക്ഷെ 2 ദശാബ്ദങ്ങൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ എന്നെ പല അവരുടെ സ്ഥാപനങ്ങളും പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും. ഒന്നല്ലേ വക്കീൽ ആഫീസ്, അതല്ലെങ്കിൽ അവർ തുടങ്ങിയ റെസ്റ്റോറൻറ്റ്, തട്ടുകട, അല്ലെങ്കിൽ മറ്റ് ഇനീഷ്യേറ്റീവ്സ്, ഒരു ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, അങ്ങനെയല്ല. അവർ എന്നെ വിളിക്കാൻ കാരണം അങ്ങ് പറഞ്ഞൊരു ആശയം ഞങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് സ്വന്തമായൊരു വരുമാനം മാർഗത്തിനായി ഞാൻ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു. അത് വലിയ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള കോളെല്ലാം ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ സ്ലോലി, നോട്ട് ഇൻ എ ബിഗ് വേ ബട്ട് സ്ലോലി ഇറ്റ് ഈസ് ടേക്കിംഗ് പേസ്. അപ്പോൾ അത് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നാനാ തുറകളിലുള്ള ഏറ്റവും കേപ്പബിളായിട്ടുള്ള, ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്ങിലുള്ള, ഏറ്റവും ഇൻ്റലക്ച്വൽ, അല്ലെങ്കിൽ അതാത് മേഖലകളിലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, അതാത് മേഖലകളിൽ അതോറിറ്റിയുള്ള ഒരുപാട് ആളുകൾ പൊളിറ്റിക്സിൽ വരണം. അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ആ ഒരു മിക്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതല്ലാണ്ട് നമ്മളൊരു വെറുതെ ഒരു ടണൽ വ്യൂവിൽ നിന്നിട്ട് പൊളിറ്റിക്സ് മാത്രം രാവും പകലും നമ്മൾ അത് മാത്രം കണ്ടുകൊണ്ടിരുന്നു, ആ നിലയ്ക്ക് മാത്രം നമ്മുടെ ചിന്തകൾ രൂപപ്പെടുത്തി എപ്പോഴും ഏത് കാര്യത്തിനും എതിരാളികളുടെ മാത്രം വെർഷൻ മാത്രം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വി ഷുഡ് ഗെറ്റ് എ 360-degree വ്യൂ. ആ ഒരു ബേർഡ്സ് ഐ വ്യൂ ഉള്ള വിസ്റ്റം ഉണ്ടെങ്കിലാണ് നമ്മുടെ നാടിനെയൊക്കെ നമുക്ക് എല്ലാ ആസ്പെക്റ്റും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഇപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്, ഒരു മന്ത്രിസഭ ഇരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ഏറ്റവും ടോപ്പ് എക്സ്പേർട്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ they will reflect their view on every issue which has been discussed. അപ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും ആ നിലയ്ക്ക് സ്റ്റേറ്റിന് മുന്നോട്ട് നയിക്കാനും ഒക്കെ കഴിഞ്ഞാൽ എന്ത് നല്ലതായിരിക്കും. പ്രൊഫഷണൽ കോൺഗ്രസിനെ അപ്പോൾ ശക്തിപ്പെടുത്തും. പ്രൊഫഷണൽ കോൺഗ്രസ് വളരെ ശക്തമായി മുമ്പോട്ട് വന്നു, വീണ്ടും ശക്തമായി മുമ്പോട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള ആളിനെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാവും? അല്ല, ഞാൻ പറയുന്നൊരു കാര്യം, ശശി തരൂരിന് കേരളത്തിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസിന്റെ പിന്നിലുള്ള ഒരു റീസൺ എന്താണ്? അത് ആളുകള് നേരത്തെ ഈ പണമുള്ളവരെ ഒരു ശത്രുവായി കണ്ടിരുന്ന സമൂഹമാണ് നമുക്കുള്ളത്. അതായത് ബെൻസ് കാർ, കുറെ കൂടി സൗകര്യങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിന് വലിയ മാറ്റമുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞ പോലെ ശശി തരൂരാണെങ്കിലും
അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സരിനാണെങ്കിലും ഇത്തരത്തിലുള്ള പേരുകളാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി ഒരു ജനങ്ങളുടെ ആക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അല്ല, അതെനിക്ക് തോന്നുന്നു അതൊരു ഗ്രോയിങ് ട്രെൻഡായി മാറാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കൺവെൻഷനലായിട്ടുള്ള എല്ലാ കാര്യവും മോശം എന്നുള്ളതല്ല, പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങളും നവീകരണങ്ങളും എല്ലാത്തിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും, ഇറലവൻ്റ് ആയിപ്പോകും. പോളിറ്റിക്സും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പഴയകാല മൂല്യങ്ങൾ നിലനിർത്തുകയും പഴയകാല അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാലാനുസൃതമായ നവീകരണത്തിന് വിധേയമായില്ല എങ്കിൽ, കാലാനുസൃതമായിട്ടുള്ള ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അതിന് തന്നെ രൂപമാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ the same principle is applicable for Congress as well. We will become outdated and become irrelevant. So we are trying to imbibe that new blood, new thought, new ideas, new system into the Congress. ഈ വൈഫ് വീട്ടിലെത്തുമ്പോൾ ചോദിക്കാറില്ല ഇതൊക്കെ ആവശ്യമുള്ളത്? എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് അത് നമ്മുടെ വൈഫ് എന്താ ചെയ്യണമെന്ന് അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് എല്ലാ പൊളിറ്റീഷ്യൻ്റെയും വലിയൊരു സാക്രിഫൈസ് എന്ന് പറയുന്നത് അതാണ്. എല്ലാവരും ചെയ്യുന്ന വരുന്ന സാക്രിഫൈസ് എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും വീട്ടിലെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഇതിനനുസരിച്ച് അവരെ ടേക്ക് കെയർ ചെയ്യാനും പലപ്പോഴും കഴിയാതെ വരും. നമ്മൾ ആ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പബ്ലിക് ലൈഫിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ആ ഒരു ഇതുണ്ട്. ബട്ട് സ്റ്റിൽ ഷീ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വലിയ പോരാട്ടങ്ങളുമായിട്ട് എന്തായാലും മുന്നോട്ട് പോട്ടെ, ന്യൂസ് മേക്കർ ആവട്ടെ. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു.